പെൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സർക്കാർ ആവശ്യപ്പെട്ട നിർബന്ധിത സർട്ടിഫിക്കറ്റുകളും മസ്റ്ററിംഗും പൂർത്തിയാക്കിയിട്ടുള്ള എല്ലാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും ഡിസംബർ മാസത്തിൽ ഇനി 3200 രൂപ ഒരുമിച്ച് ലഭിക്കും. ഇതോടൊപ്പം അർഹത ഉണ്ടായിട്ടും ഇതുവരെ വിതരണം ചെയ്ത തുക എത്തിച്ചേരാത്ത ഗുണഭോക്താക്കൾക്ക് മുടങ്ങിപ്പോയ ആ ഒരു തുക കൂടി ചേർത്ത് നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ പോകുന്നു. ഡിസംബർ മാസം ആദ്യവാരം മുതൽ പെൻഷൻ വിതരണം ആരംഭിച്ച് ക്രിസ്മസിന് മുന്നോടിയായി വിതരണം പൂർത്തിയാക്കുന്ന രീതിയിലാണ് നടപടികൾ ആരംഭിച്ചിരിക്കുന്നത്. ക്ഷേമ പെൻഷനിൽ കൈയിട്ടുവാരിയവരെ കണ്ടെത്താൻ സംസ്ഥാന ധനവകുപ്പ്. പെൻഷൻ കൈപ്പറ്റുന്ന ഉദ്യോഗസ്ഥരെക്കുറിച്ച് അന്വേഷണം കഴിഞ്ഞാലുടൻ വകുപ്പ് തല നടപടി സ്വീകരിക്കുമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. പെൻഷൻ കൈപ്പറ്റിയ ഉദ്യോഗസ്ഥരുടെ പേരുവിവരങ്ങൾ പുറത്തുവിടില്ലെന്നും പട്ടികയിൽ കയറിപ്പറ്റിയ അനർഹരെ കണ്ടെത്താൻ അന്വേഷണ സംഘത്തെ നിയോഗിച്ചുവെന്നും ധനവകുപ്പ് പ്രതികരിച്ചു. സർക്കാർ ശമ്പളം പറ്റുന്നവർക്ക് ക്ഷേമ പെൻഷന് യോഗ്യതയില്ലെന്നിരിക്കെ ഗസറ്റഡ് ഉദ്യോഗസ്ഥരടക്കം സംസ്ഥാന സർക്കാരിന്റെ അഭിമാന പദ്ധതിയായ സാമൂഹിക സുരക്ഷാ പെൻഷൻ കൈപ്പറ്റുന്നതായി പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു. 1458 സർക്കാർ ജീവനക്കാരാണ് പെൻഷൻ കൈപ്പറ്റുന്നതായി കണ്ടെത്തിയത്. ധനവകുപ്പിന്റെ നിർദ്ദേശമനുസരിച്ച് ഇൻഫർമേഷൻ കേരള മിഷൻ നടത്തിയ പരിശോധനയിലാണ് തട്ടിപ്പ് കണ്ടെത്തിയത്. സർക്കാർ കോളേജിൽ പഠിപ്പിക്കുന്ന 2 അസിസ്റ്റന്റ് പ്രൊഫസർമാരും 3 ഹയർ സെക്കൻഡറി അധ്യാപകരുമൊക്കെ പെൻഷൻ വാങ്ങിയവരിൽ ഉൾപ്പെടും. പട്ടികയിലുള്ള ഭൂരിപക്ഷം പേരും ഇപ്പോൾ സർവീസിലുള്ളവരാണ്. കുറ്റക്കാർക്കെതിരെ കർശന നടപടിയെടുക്കാനും അനധികൃതമായി കൈപ്പറ്റിയ പെൻഷൻ തുക പലിശ സഹിതം തിരിച്ചുപിടിക്കാനും മന്ത്രി KN ബാലഗോപാൽ നിർദ്ദേശിച്ചു. ആരോഗ്യവകുപ്പിലാണ് കൂടുതൽ പെൻഷൻ വാങ്ങുന്ന ജീവനക്കാർ. 373 പേരാണുള്ളത്. പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ 224 പേരും ക്ഷേമ പെൻഷൻ വാങ്ങുന്നു. പെൻഷൻ പട്ടിക കൈകാര്യം ചെയ്യുന്ന സേവന സോഫ്റ്റ്വെയറിലെയും സർക്കാർ ജീവനക്കാരുടെ ശമ്പള വിതരണ സോഫ്റ്റ്വെയറായ സ്പാർക്കിലെയും വിവരങ്ങൾ താരതമ്യം ചെയ്തപ്പോഴാണ് ഞെട്ടിപ്പിക്കുന്ന കണ്ടെത്തൽ പുറത്തുവന്നത്. വിവിധ തലങ്ങളിലുള്ള പരിശോധന തുടരാനാണ് ധനവകുപ്പിന്റെ തീരുമാനം. ഭൂരിപക്ഷവും ലാസ്റ്റ് ഗ്രേഡ് ക്ലറിക്കൽ ജീവനക്കാരാണ്. പ്രായപരിധി ബാധകമാവാത്ത പെൻഷൻ മുൻപ് വാങ്ങിയിരുന്നവർ സർക്കാർ ജോലി സ്ഥിരപ്പെട്ട ശേഷമോ ജോലി കിട്ടിയ ശേഷമോ ഗുണഭോക്തൃ പട്ടികയിൽ തുടർന്നതാവാം തട്ടിപ്പിലേക്ക് നയിച്ചതെന്നാണ് നിഗമനം. പഞ്ചായത്ത് തലത്തിൽ ഗുണഭോക്താക്കളെ ചേർത്തതിലും പ്രശ്നമുണ്ടാവും. മാസം 1600 രൂപയാണ് നിലവിൽ ക്ഷേമ പെൻഷൻ. അനർഹരായ 1458 പേർക്ക് നൽകുമ്പോൾ സർക്കാരിന് മാസം നഷ്ടം 23 ലക്ഷം രൂപയോളം. ക്ഷേമ പെൻഷനിൽ 5 വിഭാഗങ്ങളുണ്ട്. വാർദ്ധക്യ പെൻഷൻ, കർഷക തൊഴിലാളി പെൻഷൻ, ഭിന്നശേഷി പെൻഷൻ, വിധവാ പെൻഷൻ, അവിവാഹിത പെൻഷൻ. ഇതിൽ ഭിന്നശേഷി പെൻഷനും വിധവാ പെൻഷനും പ്രായപരിധി ബാധകമല്ല. 50 വയസ്സ് കഴിഞ്ഞ അവിവാഹിതകൾക്കും പെൻഷന് അപേക്ഷിക്കാവുന്നതാണ്. വാർദ്ധക്യകാല പെൻഷന് 60 വയസ്സ് കഴിഞ്ഞാലും അപേക്ഷിക്കാം. എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.